ഏതെങ്കിലും ഒരു വഴിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ നമ്മൾ മിക്കവാറും പല ശകുനങ്ങളും നോക്കാറുണ്ട്. ഇത് ജ്യോത്സ്യന്മാർ മാത്രമല്ല, സാധാരണ ആളുകൾ പോലും ഇങ്ങനെ ചെയ്യാറുണ്ട്. എന്താണ് ഈ ശകുനത്തിന്റെ ഗുട്ടൻസ്? ശകുനം കണ്ടു കഴിഞ്ഞാൽ വല്ല എഫക്റ്റ് ഉണ്ടാവുമോ, ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് എന്നുള്ള തോന്നലുകൾ പല ആളുകൾക്കും ഉണ്ടാവും. എന്നാൽ പ്രശ്നം വെക്കുന്ന സമയത്ത് ജ്യോത്സ്യൻ ഇതൊക്കെ നോക്കും. ഒരു ദേവപ്രശ്നമായിക്കോട്ടെ, ഒരു അഷ്ടമംഗല പ്രശ്നമായിക്കോട്ടെ, എന്തിന് ഒരു വീട്ടിൽ നമ്മൾ ഒറ്റ പ്രശ്നം, സോഴി പ്രശ്നം വെക്കാൻ പോകുമ്പോൾ പോലും നമ്മൾ ശകുനം നോക്കാറുണ്ട്. എന്താണ് ശകുനം? ഞാൻ ജ്യോതിഷം പഠിപ്പിക്കുമ്പോൾ പറയുന്നതാണ്, കൺസിഡർ പേഴ്സൺ, കൺസിഡർ ആനിമൽസ്, consider places, person, place, and also things, then actions. പരിഗണിക്കുക എന്തിനൊക്കെ? ആളുകളെ. അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷി മൃഗാദികളെ. അതില് പാമ്പടക്കമുള്ളതിനെ എടുക്കുക, മുകളിൽ പറക്കുന്ന പറവകളെ എടുക്കുക, നമ്മൾ കാണുന്ന മൃഗങ്ങളെ എടുക്കുക. പ്ലേസസ്, സ്ഥലങ്ങള്, അവിടെ കാണുന്ന കുന്ന്, മല, ആറ്, തടാകം, ഇതെല്ലാം എടുക്കുക. തിങ്സ്, കാണുന്ന സാധനങ്ങൾ എടുക്കുക. കാണുന്ന സാധനങ്ങൾ എന്തും ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങൾക്കും പ്രത്യേകതകളുണ്ട്. ദെൻ ആക്ഷൻസ്. ആക്ഷൻസ് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി തന്നെത്താനെ ചെയ്യുന്ന ആക്ഷൻസ് ഉണ്ട്. ഓടുക, ചാടുക, കിടക്കുക, ഉറങ്ങുക. രണ്ട് വ്യക്തികൾ കൂടി ചെയ്യുന്ന ആക്ഷൻസ് ഉണ്ട്. ഒരു വ്യക്തിയും ആനിമൽസും ആയിട്ട് ചെയ്യുന്ന ആക്ഷൻസ്, ഒരു വ്യക്തിയും തിങ്സും ആയിട്ട് ചെയ്യുന്ന ആക്ഷൻസ്, ഇങ്ങനെ ആക്ഷൻസ് വരും. ഇവിടെ കൺസിഡർ ചെയ്യാൻ പറഞ്ഞ എന്താ? കൺസിഡർ ദീസ് 5 things ആസ് പ്ലാനറ്റ്സ്. ഗ്രഹങ്ങളായി കണക്കാക്കുക, ഗ്രഹങ്ങളുടെ കാരകത്വമായി കണക്കാക്കുക. ഓരോ വസ്തുക്കളിലും ഓരോ ഗ്രഹങ്ങളുടെ എനർജി ഉണ്ട്. ഓരോ വസ്തുക്കളിലും ഓരോ ഗ്രഹങ്ങളുടെ എനർജി ഉണ്ട്. ഇപ്പൊ ഞാൻ ധരിച്ചിരിക്കുന്ന വാച്ച്, ഞാൻ ധരിച്ചിരിക്കുന്ന ഇത്, ഞാൻ ധരിച്ചിരിക്കുന്ന ഷർട്ട്, ഇപ്പൊ ഷർട്ടിന്റെ കളർ വെച്ചിട്ട് വേണമെങ്കിൽ കാരകത്വം പറയാം, ഷർട്ടിന്റെ മെറ്റീരിയൽ വെച്ചിട്ട് വേണമെങ്കിൽ കാരകത്വം പറയാം, രണ്ടും കൂടി വെച്ചിട്ട് പറയാം. ഇത് പരുപരാന്നിരിക്കുന്ന പ്യുവർ കോട്ടൺ വിത്ത് പിങ്ക് കളർ. അപ്പൊ എനിക്ക് പറയാം പിങ്ക് കളർ ഈസ് ഈക്വൽ ടു ശുക്രൻ, പരുപരുത്തത് ഈസ് ഈക്വൽ ടു സൂര്യൻ, രവി. അപ്പോ രവിയില് ശുക്രൻ, രവി ശുക്ര ചേർക്കയാണ് അവിടെ ഉള്ളത് എന്ന് പറയാം. വാച്ച്, വാച്ചിലെ സമയം എങ്ങനെ മിന്നി മാഞ്ഞു പോകുന്നത്? ചന്ദ്രൻ. ഈ വാച്ചിന്റെ കളർ ബ്ലാക്ക്, അതില് ഗോൾഡൻ കളർ ഉണ്ട്. അപ്പോ അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് സാധിക്കും, ശനി, ചന്ദ്രൻ, ഗുരു. ഇങ്ങനെ ഗ്രഹങ്ങളെ നാഡി ജ്യോതിഷത്തില് ഗ്രഹച്ചേർക്കകൾ ഇങ്ങനെ നാഡിയായിട്ട് കണക്കാക്കി നമുക്ക് പറയുന്നു. ഇനി ഇതൊന്നും അല്ലെങ്കിലും ഒരു വ്യക്തിയെ കാണുമ്പോൾ അവന്റെ രൂപം വെച്ചിട്ട് ഓരോ ഗ്രഹത്തിന്റെ സ്വഭാവം ഉണ്ട്. ആണാണെങ്കിലും ഒന്ന്, പെണ്ണാണെങ്കിലും ഒന്ന്, അവന്റെ ശാരീരിക അംഗലക്ഷണങ്ങൾ അനുസരിച്ചിട്ട് ഉണ്ട്. അതുപോലെ അവന്റെ വസ്ത്രധാരണം, അവന്റെ നടത്തത്തിന്റെ മെത്തേഡ്, ഇതൊക്കെ വെച്ചിട്ട് ഗ്രഹത്തിന്റെ എനർജി നമ്മൾ മനസ്സിലാക്കിയാണ്. അത് മനസ്സിലാക്കുമ്പോൾ അവന്റെ ആത്മാവിന്റെ എനർജിയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പൊ ഓരോ സാധനത്തിനും ഓരോ ഗ്രഹത്തിന്റെ എനർജി ആയിട്ട് നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് ശകുനം പെട്ടെന്ന് മനസ്സിലാവുന്നത്. അല്ലാതെ സുത്താംശു എന്നൊക്കെ പറയുന്ന പ്രമാണങ്ങളോ, പല പ്രമാണങ്ങളും ഉണ്ട്. പ്രശ്നം വയ്ക്കുന്ന ഏത് ഗ്രന്ഥം എടുത്തോ, പ്രശ്നമാർഗം എടുത്തോ, അനുഷ്ഠാന പദ്ധതി എടുത്തോ, ഏത് ഗ്രന്ഥത്തിൽ നോക്കിയാലും, ദേവപ്രശ്ന സംഹിത ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ശകുനമുണ്ട്. ഇതൊക്കെ നിങ്ങൾ പ്രമാണം വെച്ച് കാണാണ്ട് പഠിക്കുന്നതും തെറ്റൊന്നുമില്ല.
ഒരു സമയത്ത് ഞാനും ഇതൊക്കെ കാണാണ്ട് പഠിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അത് അതേപടി എഴുതാൻ പറ്റും. എനിക്ക് തോന്നുന്ന കുറെ പ്രമാണം ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്ന് അറിയില്ല. പ്രമാണം ഇല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത് കണ്ടുപിടിച്ചവര് ആദ്യം പ്രമാണം അല്ല കേട്ടോ കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ചവര് ഫസ്റ്റ് ഗ്രഹത്തിന്റെ കാരകത്വത്തെ ലോജിക്കലി മനസ്സിലാക്കുകയും എനർജി വൈസ് മനസ്സിലാക്കുകയും ചെയ്തിട്ട് അതിനെ തൊകുത്ത് ഇങ്ങനെ പ്രമാണമാക്കിയിട്ട് ഏത് മൂഢനും ഈ കോസ്മിക് ലെവലിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഏതൊരാൾക്കും മനസ്സിലാക്കാൻ തക്കതായിട്ടാണ് പ്രമാണങ്ങൾ രചിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത്. പ്രമാണസഹിതം പഠിക്കുക, പ്രമാണം ഇല്ലാതെ പഠിക്കുക. ഞാൻ ജ്യോതിഷം 2 തരത്തിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പേഴ്സണും തിങ്സും ആയിട്ടുള്ള കണക്ഷനിൽ നമുക്ക് ചിലത് നോക്കാം. ഇത് ബാക്കി വരുന്നതും നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ റോട്ടിൽ പോകുന്ന സമയത്ത് ഒരു പെണ്ണ് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടിച്ചു വാരണം എന്ത് വെച്ചിട്ടാ? ചൂല്. 2 പെണ്ണ്, ഒരു സ്ത്രീ അടിച്ചു വാരുമ്പോ വസ്ത്രങ്ങൾ മാലിന്യം ഒക്കെ ഉണ്ടാവുമല്ലോ. 2 മാങ്ങ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് വേണം? തോട്ടി. അടിച്ചു വാരുമ്പോ പിന്നെ വേണമെങ്കിൽ മറ്റേ അടിച്ചു വാരി വേണം. മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് വേണം? ചൂണ്ട. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ അപ്പുറത്തെ വെല്ലുമ്പോ എന്നുണ്ട് അരി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കണ്ടോ ഒലക്ക. ഇനി ആ റോട്ടിൽ കൂടി പോണ സമയത്ത് ഒരാള് തലയില് ചാരം ചുമന്നുകൊണ്ട് പോണ്. ചാരക്കാരൻ ചാരം ചുമന്നുകൊണ്ട് തലയിൽ പോണം. കുറച്ച് കഴിഞ്ഞപ്പോ വൈക്കോല് ചുമന്നുകൊണ്ട് പോണം. വേറെ ഒരാള് ഒരു കെട്ട് മയിൽപ്പീലി ആയിട്ട് പോണ്. കുറച്ചങ്ങോട്ട് നോക്കുമ്പോ ഒരു കടയുടെ അവിടെ ഇറച്ചിയും മറ്റേ സാധനമൊക്കെ കെട്ടി തൂക്കിട്ടൊക്കെയാണ്. മാംസം. അല്ലെങ്കിൽ മാംസം ചുവന്നുകൊണ്ട് ഒരാൾ പോണം. പിന്നെ നോക്കി കഴിഞ്ഞപ്പോ ഒരാൾ കുറച്ച് കയറ് എടുത്തുകൊണ്ട് പോണം. കയറ് കൊണ്ട് എന്തുകൊണ്ട് പോണം? ഇനി നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോ തോല് കൊണ്ടുപോകണം. ഒരു വണ്ടിയിൽ മൃഗത്തിന്റെയൊക്കെ തോലുകൾ അടക്കി കയറ്റിയിട്ട് പോകണം. വണ്ടിയിലാണ് കൊണ്ടുപോണത്, ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഉണ്ടെന്ന് മാത്രം. എണ്ണപ്പാത്രം കൊണ്ടുപോകണം. മുഷിഞ്ഞ തുണി അലക്കാൻ കൊണ്ടുപോകണം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് ഇത് എല്ലാം ഒന്നല്ല, ഇനി 100 കണക്കിന് പറയാട്ടോ. ഞാനിപ്പോ ലോജിക്കലി നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചു തരുന്നതാണ്. ഇതൊക്കെ കണ്ടാൽ എന്താ പ്രശ്നം? ഇനി ഞാൻ പറഞ്ഞുതരാം കുറച്ച്. ഒരാള് വാക്കത്തി പിടിച്ചുകൊണ്ട് പോകുന്നത്, അരുവാള്, കത്തി, കോടാലി, മംവെട്ടി, മഴു, ഉളി, ഇതൊക്കെ പിടിച്ചുകൊണ്ട് പോകണം. ഇത് ആൾക്കാർ ഇത് ഹോൾഡ് ചെയ്തേക്കണം. ഇത് കാണുമ്പോ തന്നെ പ്രമാണമൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതിനു വേണ്ടി തന്നെ 20-25 പ്രമാണമൊക്കെ പഠിക്കാം ഓരോരോ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്ത്. ഒരു സമയത്തൊക്കെ നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, പലതും പഠിച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പഠിച്ചു വെച്ച ഒരു ഗുണം എന്താണെന്നറിയാവോ? ഞാൻ എപ്പോഴും പ്രയോഗിക്കുന്ന സംഭവമാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി വെച്ചിട്ട് അങ്ങോട്ട് പ്രമാണം ആളുകൾ വരുമ്പോ ചൊല്ലും, എന്നിട്ട് പറയും ഇന്ന ഗ്രന്ഥത്തിലുണ്ടെന്ന് പറയും. എൻ്റെ ഒരു നാഥനുണ്ട്, എന്തായിരുന്നു ഒരാള്. പുള്ളി എന്ത് ചെയ്യുന്ന കഴിഞ്ഞാൽ പ്രമാണമൊക്കെ അറിയാമെങ്കിലും പ്രമാണം പറയില്ല. ഇതിങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് പുള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ അട്ടിക്കണക്കിന് ബുക്ക് വെച്ചിട്ടുണ്ടാവും. പുള്ളി കൃത്യമായിട്ട് അറിയാം ഇന്ന ബുക്കിൽ ഇന്ന പേജിലായിരുന്നത്. നേരെ എടുത്ത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും, ഒന്ന് വായിച്ചു നോക്കാൻ പറയും. അങ്ങനെയും പരിപാടിയുണ്ട്. അപ്പൊ ഇതില് എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ചൂലെന്ന് പറഞ്ഞാൽ അടിച്ചു വാരുന്ന ചൂലല്ലേ. ഇനിയിപ്പൊ ചെരുപ്പ് കണ്ടെന്ന് വരിക, ചെരുപ്പ് ഓടിച്ചുകൊണ്ട് പോകണം. ചൂല്, അടിച്ചുവാരി, ചെരുപ്പ്, ചാരം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് ഉള്ള കാരകത്വം എന്ന് പറഞ്ഞാൽ ശനിയാണ്. മാലിന്യമുള്ള മിക്കവാറും സാധനങ്ങൾക്ക് എല്ലാം, അലക്കുന്ന സാധനം, ഈ എണ്ണപ്പാത്രം, ഇതിന് എല്ലാത്തിനുമുള്ള കാരകത്വം വരുന്നത് ശനിയാണ്.
ഇനി തോല്, കയറ്, ഇതിനൊക്കെ രാഹുവിന്റെ കാരകത്വം വരും. കയറിന് കേതുവിന്റെ കാരകത്വം വരും. ഒരു മൃഗത്തിന്റെ പാർട്സ് ആണെങ്കിൽ അതിനും രാഹു കേതുക്കളുടെ കാരകത്വം വരും. ആയുധങ്ങള് വാക്കത്തി, അരുവാള്, കത്തി, കോടാലി, മൺവെട്ടി, മഴു, ഉളിയൊക്കെ കുജൻ ചൊവ്വയുടെ കാരകത്വമാണ്. തോട്ടി, ഇടിക്കാനുള്ള ഒലക്ക, മർദ്ദിക്കാനുള്ള സാധനമാണ്. ചൂണ്ട കേതുവിന്റെ കാരകത്വം വരും. കേതുവും വരും, രാഹുവും വരും. ചൂണ്ടയുടെ കൊളുത്ത് കേതു ആണെങ്കിൽ, അല്ല, കൊളുത്ത് രാഹു ആണെങ്കിൽ ചൂണ്ടയുടെ നാര് കേതുവാണ്. ചാരം ഓൾറെഡി പറഞ്ഞാണ്. വൈക്കോല്, ഉണങ്ങിയ സാധനങ്ങള്, ഇതൊക്കെ ശനിയാണ്. അപ്പൊ എല്ലാത്തിന്റെയും മാംസം ചൊവ്വ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്ത് മനസ്സിലായി ഇതിൽ നിന്ന്? നിങ്ങൾ കാണുന്ന കാരകത്വം ചൊവ്വ, രാഹു, കേതു, ശനി. ഇനിയുണ്ടട്ടാ ഗുളികൻ. ഗുളികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുളികന്റെ കാരകത്വം എന്താ? ഈ മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ കുടം താങ്ങിക്കൊണ്ട് പോവുക, അതേപോലെയുള്ള വസ്തുക്കളില്ലേ, ഈ ചെറുള മുതലായിട്ടുള്ള പുഷ്പങ്ങളൊക്കെ ഉണ്ടല്ലോ, മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഇനിയിപ്പോ അത്തീത്തി ആയാലും ഒരാള് മരണക്രിയക്ക് ഒരാൾ കൊണ്ടുപോകുന്നതായിട്ട് തോന്നിയാലും, മരണക്രിയ ചെയ്യാനായിട്ട് ഒരാൾ നിൽക്കുന്നതായിട്ട് തോന്നിയാലും ഒക്കെ ഗുളികന്റെ കാരകത്വം വരും. ഗുളികന് കുറെ കാരകത്വം ഉണ്ട്. ഇതല്ലാണ്ട് പ്രേതം പിടിച്ച പോലെ ഒരാള് നടക്കുന്നതും ഇതൊക്കെ ഗുളികന്റെ കാരകത്വങ്ങളാണ്. ഈ ഗ്രഹങ്ങളുടെ കാരകത്വം നമ്മൾ കണ്ടാല് നമ്മള് ഇതിനെ ഗ്രഹങ്ങളായിട്ട് കണക്കാക്കുമ്പോൾ അതിനോട് തക്കവണ്ണമുള്ള കുഴപ്പം വരാനിരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ജ്യോത്സ്യൻ അങ്ങനെ ആയിരിക്കും പറയണം. കാര്യം ഇതെപ്പോഴാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ആലോചിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ജനിച്ചു, നമ്മുടെ മനസ്സിൽ, മൈൻഡില് ക്വസ്റ്റ്യൻ റൈസ് ചെയ്തു. അപ്പൊ ആ ക്വസ്റ്റ്യൻ റൈസ് ചെയ്ത ആ ഫ്രീക്വൻസി കുറച്ച് നേരം നിൽക്കുക. അതിന്റെ ശരകല ഞാൻ പഠിപ്പിക്കും പറയാറുണ്ട്. ആ ശരം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ആ ശരം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് ആ ഫ്രീക്വൻസി സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു വ്യക്തി ഒരു സ്ഥലത്ത് പോകാൻ പോകണം, ഒരു ഡീല് നടത്താനായിട്ട്, ഒരു കാറ് വാങ്ങിക്കാനുള്ള ഒരു ഡീല്, സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിക്കാൻ ഡീല് നടത്താൻ പോകാൻ പോണ സമയത്ത് അയാളുടെ ഒരു എനർജി ലെവല് ആ കാറ് വാങ്ങിക്കണം എന്നുള്ള എനർജി ലെവലാണ്. അപ്പൊ ആ ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ആവുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ അയാൾ കാണുന്നത് ഇതേപോലെ എന്തെങ്കിലും ആണെങ്കിൽ, അപ്പൊ നമ്മൾ കണ്ടത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ എനർജി ഉള്ള ഒരു സാധനമാണ് കണ്ടെങ്കിൽ, ആ ഫ്രീക്വൻസി നമ്മുടെ കാറ് വാങ്ങിക്കണം എന്നുള്ള ചിന്ത നമ്മളിൽ വന്ന സമയത്ത്, നമ്മളിലേക്ക് അത് എത്തിപ്പെട്ട ആ സമയത്ത് ആ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഗ്രഹത്തിന്റെ ഫ്രീക്വൻസി ചൊവ്വയാണെന്ന് വിചാരിക്കാം. അപ്പൊ ചൊവ്വയുടെ ഫ്രീക്വൻസി ഉള്ള സമയത്താണ് നമ്മൾ ഈ വാഹനം വാങ്ങണേനെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ആ ചൊവ്വയുടെ ഫ്രീക്വൻസിയിലുള്ള വാഹനമായിരിക്കും എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. അപ്പൊ വാഹനം എന്ന് പറയുന്നത് ചൊവ്വയാണ്. പക്ഷെ അത് നമുക്ക് തരുന്ന സമയത്ത് അതിൽ കലഹം എന്ന് പറയുന്ന സാധനം വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കണം. ചൊവ്വയുടെ കാരകത്തുള്ള ഒരു സംഭവമാണ്. ഇനി വേറൊരു കാര്യം, ഇത് ഞാനേ മുന്നേ പ്രിപ്പയർ ചെയ്യാതെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തോന്നുന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കണം. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ആർ നോൺ പ്രിപ്പയർഡ്. ആദ്യം മനസ്സിലാക്കുക. ഉള്ളത് മനസ്സിൽ നിന്ന് എടുത്ത് പറയുന്നതാണ്. അതേപോലെ തന്നെ നമ്മളൊരു ചിന്ത വരുന്ന സമയത്ത് ആ ചിന്ത ചുറ്റുമുള്ള ഒരു എനർജി ആയിട്ട് ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും വന്ന. നമുക്കൊരു ചിന്ത തോന്നുന്ന സമയത്ത് കോമൺ ആയിട്ട് മറ്റുള്ള ആളുകൾക്കും ഏകദേശം ആ ചിന്തയൊക്കെ അവരിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ആ ഒരു എനർജിയുടെ ഫ്ലോ അതിൽ കൂടി പോയിട്ടുണ്ടാവും പ്രപഞ്ചത്തിൽ കൂടി. അപ്പൊ നമ്മൾ പിക്ക് ചെയ്തെടുക്കുന്നതും നമ്മൾ കാണുന്നതുമായിട്ടുള്ള വസ്തുക്കള്, അപ്പൊ നമ്മളൊരു സാധനം പിക്ക് ചെയ്തെടുത്തിട്ട് മറ്റുള്ളവർക്ക് ക്ലീൻ ആക്കുക എന്ന് തോന്നുന്നത് എപ്പോഴാ? ശനിയുടെ ഫ്രീക്വൻസി അവരിൽ പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പൊ ആ അന്തരീക്ഷത്തിൽ ശനിയുടെ ഫ്രീക്വൻസി ഉണ്ട്. അതൊരു കിലോമീറ്റർ ചുറ്റളവിലാണ് ആ ഫ്രീക്വൻസി ഉണ്ടാവുക ആ സമയത്ത്. അപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമുക്കൊരു ഫ്രീക്വൻസിയിലുള്ള ഒരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ ആ ചുറ്റുമുള്ള സ്ഥലത്ത് ഉള്ള ആളുകൾക്ക് തോന്നുന്ന ആ ഫ്രീക്വൻസി നമ്മൾ കണക്കിലെടുത്തിട്ട്
നെഗറ്റീവ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഉള്ളപ്പോഴാണോ എനിക്ക് പോസിറ്റീവായ ഒരു കാര്യം തോന്നിയെന്ന് ചിന്തിക്കണം. നെഗറ്റീവ് ഫ്രീക്വൻസി ആയിട്ടുള്ള രാഹു, കേതു, ശനി, ഗുളികൻ, ചൊവ്വയൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പോസിറ്റീവ് കാര്യം തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ വേറൊരാളായിട്ടുള്ള ഇടപാടാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവരുടെ, രാഹു എന്ന് പറഞ്ഞാൽ ചീറ്റ് ചെയ്യാനുള്ള ഒരു ഭാവമാണ്, ചൊവ്വ എന്ന് പറഞ്ഞാൽ പണി തരാന്നുള്ളതാണ്, ശനി എന്ന് പറഞ്ഞാലും പറ്റിക്കുക എന്നുള്ള ഒരു പരിപാടിയുണ്ട്, ചൊവ്വ നമ്മൾ ഉപദ്രവിക്കുക, ഗുളികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ടും തേജോധം ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഇതിന്റെ കോമൺ കാരകത്വമാണ്. പ്രേതം മറ്റുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. അപ്പൊ ആ ഒരു ഫ്രീക്വൻസിയിൽ നമ്മളായിട്ടുള്ള ഒരാൾ ചിന്തിച്ചിട്ടാണോ അത് വന്നേന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പ്രശ്നം വെക്കുന്ന സമയത്ത് ഒരു സാധനം കണ്ടെന്ന് വെച്ചിട്ട് അത് നമ്മൾ അഫക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റോട്ടിൽ കൂടി പോകുമ്പോൾ എന്തൊക്കെ കാര്യം കാണും, ആ സമയത്ത് നമ്മൾ ഇതായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ കണക്ഷൻ പ്രധാനമാണ്. കോയിൻസിഡൻസ് ആണ് ഒന്ന്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ശകുനം അപ്പൊ പെട്ടെന്ന് വന്നം, നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ കാണുന്നില്ല, പെട്ടെന്ന് വന്ന് വിടുമ്പോൾ നമ്മളത് സ്ട്രൈക്ക് ആവുകയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. രണ്ടാമത് പ്രശ്നം വെക്കാൻ പോവുകയാണെങ്കിൽ പ്രശ്നരാശിയിൽ ഈ ഏതെങ്കിലും ഗ്രഹങ്ങൾ 6, 8, 12 ഭാവങ്ങൾ നിൽക്കണമെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. അതേപോലെ നമ്മളൊരു ഒരു രോഗപ്രശ്നം നോക്കാൻ പോകണമെങ്കിൽ 8ാം ഭാവത്തിലോ 6ാം ഭാവത്തിലോ 12ാം ഭാവത്തിലോ ഈ ഗ്രഹങ്ങൾ നിൽക്കണ്ടോ നോക്കണം. 6ലാണെങ്കിൽ രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥ ഉണ്ടാവും, 8ലാണെങ്കിൽ രോഗം മൂർച്ഛിച്ച് ഹോസ്പിറ്റലായി രോഗം മാറാത്ത അവസ്ഥ ഉണ്ടാവും, 12ാം ഭാവത്തിലാണെങ്കിൽ ആശുപത്രി പോയി കിടക്കേണ്ടതായിട്ടും നല്ല പൈസ ചിലവായിട്ടും വരും. അതേ സമയത്ത് ഇതൊരു ദേവ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ 1, 5, 8 ഭാവങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഗ്രഹങ്ങളുടെ സാന്നിധ്യമൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ ദുർമൂർത്തികളൊക്കെ അവിടെ കൂടി കയറിയിട്ടുണ്ടെന്നൊക്കെ പറയാനായിട്ട് പറ്റും. അതിനത് കോമൺ ആയിട്ട് ഞാൻ ടച്ച് ചെയ്ത് പറയുന്നത് ഓരോ ഭാവങ്ങളെയും കൺസിഡർ ചെയ്തിട്ട് പറയാനായിട്ട് പറ്റും. ഒരു കല്യാണത്തിന്റെ കാര്യം, ഒരു പ്രശ്നം നോക്കാനാണ് പോണെങ്കിൽ ഈ ചൊവ്വയുടെ കാരകത്തുള്ള ഏതെങ്കിലും ആയുധം ഏന്തിക്കൊണ്ട് വരുന്ന ആൾക്കാരോ, എന്തിനും ഈ നഖം ഇട്ടിങ്ങനെ മാന്തിക്കൊണ്ട് ഒരാൾ വന്നാൽ പോലും, നഖം, എല്ല്, ഇതൊക്കെ ചൊവ്വയുടെ കാരകത്തുള്ളതാണ്. അപ്പൊ പോലും നമ്മൾ സൂര്യന്റെ കാരകത്വം ഉണ്ട് എങ്കിലും ഈ ചെയ്യുന്ന പ്രവൃത്തി, നഖം കൊണ്ട് മാന്തുക, നഖം കൊണ്ട് ഇങ്ങനെ ഇട്ട് വരയ്ക്കുകയൊക്കെ ചൊവ്വയുടെ കാരകത്വം വരും. അപ്പൊ അത് ചൊവ്വയുടെ കാരകത്വമുള്ളത് കൊണ്ട് കലഹം വരാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു കൺസിഡറേഷനിൽ നമുക്ക് വേണമെങ്കിൽ എത്താം. എങ്കിലും നമ്മൾ പ്രധാനമായിട്ട് ഇതൊക്കെ ലക്ഷണങ്ങൾ കൊണ്ട് പറയുന്ന ഒരു കണക്കാണ്. പ്രശ്നം വെക്കുമ്പോൾ ഇതൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ ഇത്ര ഒരു എന്താ പറയാ തോന്നണ വല്ല സാധനം കണ്ടിട്ട് ഇവിടെ പറയുന്നതാണോ എന്ന് ചിന്തിക്കേണ്ട. ഇതൊക്കെ ആണ് ഈ ജ്യോത്സ്യന്മാര് പ്രശ്നമാർഗം മുതലായ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പഠിച്ചു വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ തുറന്നു പറയുന്ന സമയത്ത് ഇവനൊക്കെ ഭ്രാന്താണോ എന്ന് ചിലപ്പോൾ ചിന്തിക്കാം. ഇതൊരു കോസ്മിക് ലെവലില് ഒരു പ്രത്യേക തരത്തിലുള്ള ഫ്രീക്വൻസി നമ്മളിലേക്ക് എത്തുമ്പോൾ, നമ്മൾ ശുദ്ധനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഫ്രീക്വൻസിയെ നമുക്ക് അളക്കാൻ പറ്റും. അപ്പൊ അതിനോട് നമ്മൾ ചിന്തിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലയിൽ ഒരു സാധനം ഉദയം ചെയ്യണമല്ലോ. ആ ഉദയം ചെയ്യുന്നത് പുറത്തുനിന്നുള്ള ചിന്ത അകത്തേക്ക് വരും. അതിന് ഉൾത്തുടർവ് എന്ന് പറയും. നമ്മൾ പെട്ടെന്നൊരു ചിന്ത പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അതിനോട് കൂടി മറ്റുള്ള ആളുകൾ ചെയ്യുന്ന ആക്ഷൻ നോക്കുമ്പോൾ അവരിലേക്കും എന്തെങ്കിലും നെഗറ്റീവ് ചിന്ത വന്നിട്ടാണല്ലോ ആക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് കമ്പൈൻ ചെയ്ത് നോക്കുന്ന ഒരു മെത്തേഡാണ്, ഇന്റർ റിലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ശകുനം. ഇത് കേൾക്കുന്നതും അങ്ങനെ തന്നെ വരാം. ആളുകൾ തെറി പറയുന്ന കേൾക്കണേണ്, നിമിത്തം എന്ന് പറയും. ശകുനമുണ്ട്, നിമിത്തമുണ്ട്. ആളുകൾ തെറി പറയണ കേൾക്കണം. അപ്പൊ മനസ്സിലാക്കാം അവിടെ ചൊവ്വയുടെ കാരകത്വം പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ചിന്തിക്കുന്നതിനടുത്ത്. അപ്പൊ മൊത്തത്തിൽ ആ ഒരു ഏരിയയിൽ ചൊവ്വയുടെ കാരകത്വം ഉണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ നമ്മൾക്ക് ഈ ശകുനം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ശകുനം ഇഷ്ടംമാരിയുണ്ട്, കാണുന്നതൊക്കെ ശകുനമാണ്. ചിലത് നെഗറ്റീവ് ആണ്, ചിലത് പോസിറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ കാരകത്വം എടുക്കണം. ചൊവ്വ, ശനി, രാഹു, ഏത് ഗുളികന്റെ ഒക്കെ കാരകത്വം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഗ്രഹങ്ങളെ പഠിച്ചിട്ടുണ്ടെങ്കിൽ. അല്ലാതെ നമ്മൾ ബേസിക് ആയിട്ട് ഹോരാശാസ്ത്രം പഠിക്കുമ്പോൾ കുറച്ച് കിട്ടുള്ളൂ. എക്സ്പാൻഡ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കിട്ടും. മധു പിങ്കള ദിക് ചതുരസ്ത്രതനു പിത്ത പ്രകൃതി ഇങ്ങനെ പറഞ്ഞ് കുറെ ശ്ലോകം ഉണ്ട്. അത് വേണമെങ്കിൽ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എന്താണ് ഇയാൾ മുഴുവിപ്പിക്കാത്തതെന്ന് വിചാരിക്കും. ആ ശ്ലോകം വേണമെങ്കിൽ പിന്നീട് രൂപവർണ്ണനയൊക്കെ ഉണ്ട്. അത്തരത്തിലും നമുക്ക്
കാരകത്വങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.